വീട് കടൽ കവരാനൊരുങ്ങുമ്പോഴും പുനർഗേഹം പദ്ധതിക്കാരോട് ഉദ്യോഗസ്ഥരുടെ വഞ്ചന. പുനർഗേഹം പദ്ധതി അന്തിമഘട്ടത്തിൽ ഉൾപ്പെട്ടവരുടെ ലിസ്റ്റ് റദ്ദാക്കി. വീണ്ടും ഒരു കടലാക്രമണത്തിൽ സ്ഥലവും വീടും കടൽ കവരുന്നതിനിടെ സർക്കാർ സഹായവും അന്യമാവുകയാണ് പൊന്നാനിയിലെ തീരദേശവാസികൾക്ക്. മലപ്പുറം ജില്ലയിൽ 216 കുടുംബങ്ങളുടെ ലിസ്റ്റാണ് മാസങ്ങൾക്ക് മുമ്പ് അംഗീകരിച്ചത്. തുടർന്ന് ലിസ്റ്റ് ഫിഷറീസ് വകുപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഗുണഭോക്താക്കൾ സ്ഥലം കണ്ടെത്തി അഡ്വാൻസും നൽകി. എന്നാൽ പൊടുന്നനെ ലിസ്റ്റ് റദ്ദാക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ലിസ്റ്റ് റദ്ദാക്കാനുള്ള കാരണം ഫിഷറീസ് വകുപ്പിനും വ്യക്തമല്ല. കടലിനോട് ചേർന്ന് ഏതു നിമിഷവും കടലെടുക്കാവുന്ന തരത്തിൽ വീടുകളിൽ താമസിക്കുന്ന നിരവധി പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. സ്ഥലം കണ്ടെത്തിയവർക്ക് നൽകാൻ ഫണ്ടില്ലാത്തത് മൂലം മാസങ്ങളോളം പദ്ധതി നിശ്ചലമായിരുന്നു. സ്ഥലം കണ്ടെത്തി ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ലിസ്റ്റ് റദ്ദാക്കിയതായി ഗുണഭോക്താക്കൾ അറിഞ്ഞത്. ഫിഷറീസിൻ്റെ പുനർഗേഹം പദ്ധതിയിൽ അവസാനത്തെ ഒരു അപ്പീൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ അപ്പീൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പ്രസിദ്ധീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സ്ഥലം വീടൊക്കെ നോക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടൊരു വീടാണ്. ഇവിടെ കുറേ ആളുകൾ താമസിക്കാൻ പറ്റും. സ്ഥലത്തിന് അഡ്വാൻസ് അടക്കം കൊടുക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കളക്ടർ അത് ആ ലിസ്റ്റ് ഫ്രീസ് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തിന് കൊടുത്ത അഡ്വാൻസും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഈ കടൽക്ഷോഭത്തിൽ ഇന്ന് തന്നെ ഈ വീട് വീഴാൻ വേണ്ടി പോകുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഈ സമീപനത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഈ കളക്ടറുടെ ഭാഗത്തു നിന്നായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുള്ളത്. സാധാരണ എന്താണ്, തീരദേശത്ത് 50 വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന പദ്ധതിയാണത്. പക്ഷേ അതിന് സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങൾ പറയും. ആ ഇതിൽ എന്ത് സാങ്കേതികമാണ്? തൊട്ടടുത്ത് കടലാണ് ഈ വീട് ഇപ്പം നഷ്ടം. ഇതിന് ഇനി സാങ്കേതികം പറഞ്ഞ് എങ്ങോട്ടാണ് നീട്ടിക്കൊണ്ടുപോകുന്നത് അറിയുന്നില്ല. അപ്പോൾ ഈ പാവങ്ങളെ എത്രയും പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി സർക്കാർ അതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ അതിന് വിരുദ്ധമായൊരു സമീപനം. കടലാക്രമണ ഭീഷണിയിലുള്ളവർക്ക് 6 ലക്ഷം രൂപ സ്ഥലത്തിനും 4 ലക്ഷം രൂപ വീട് നിർമ്മിക്കാനുമാണ് പുനർഗേഹം പദ്ധതി നടപ്പിലാക്കുന്നത്. ഭൂമി രജിസ്ട്രേഷന് ആദ്യഘട്ടം തുക നൽകും. നിർമ്മാണം ആരംഭിച്ചാൽ 3 ഗഡുക്കളായി തുക നൽകുകയാണ്. ഇതുവരെ ജില്ലയിൽ തീരദേശവാസികളിൽ 100-ലേറെ പേർക്ക് പുനർഗേഹം പദ്ധതിക്കായി അനുമതി ലഭിക്കുകയും വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 1885 കുടുംബങ്ങൾ ജില്ലയിലെ തീരമേഖലയിൽ കടൽക്ഷോഭ ഭീഷണി നേരിടുന്നുണ്ടെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ കണക്ക്. കടലാക്രമണ ദുരിതം പേറുന്നതിനിടെയാണ് അധികൃതരുടെ തീരദേശവാസികളോടുള്ള ഈ അവഗണന. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.